തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വലിയ നോമ്പാകുന്ന തീർത്ഥാടനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. ഈ നോമ്പിൽ തീർത്ഥാടകരാകുന്ന നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പിതാക്കന്മാർ ഭംഗിയായി നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട രൂപാന്തരീകരണം അത് ഈ നോമ്പിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം തീർച്ചയായും വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ട സമർപ്പണവും അനുതാപവും അനിവാര്യമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ഈ നോമ്പെന്ന് പറയുന്നത് അനുതാപമാകുന്ന ആഴക്കടലിൽ കൂടിയുള്ള യാനമാണെന്ന്. തീർച്ചയായും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാകണമെങ്കിൽ അനുതാപത്തിൽ കൂടി കടന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു രൂപാന്തരണം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ആ വിധത്തിൽ ആർക്കാണ് അനുതാപം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, പാപികൾക്കാണ് അനുതാപം. ദൈവത്തിൽ നിന്ന് അകന്നുപോയവർക്കാണ് അനുതാപം. പാപികളാണോ ഞാനും നിങ്ങളും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ പാപികളാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ്. എങ്കിലും എന്താണ് പാപമെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പാപമായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മെ സംബന്ധിച്ച് നമ്മൾ പാപികളല്ല, നമുക്ക് അനുതാപം ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയ ആത്മവഞ്ചനയാണ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ എന്താണ് പാപം എന്നുള്ള ഒരു സ്വയം പരിശോധന അനിവാര്യത ഉള്ളതാണ്. നമ്മെ സംബന്ധിച്ച് പാപം എന്ന് പറയുന്നത് ചില പട്ടികപ്പെടുത്തിയ വസ്തുതകളാണ്. എന്താണ് ആ പട്ടികയ്ക്കകത്തുള്ളത്? അതിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പാപിയാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന കാര്യങ്ങൾ, വളരെ നിസ്സാരമെന്ന് കാണുന്ന പല കാര്യങ്ങളും പാപങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. പുതിയ നിയമത്തിൽ പാപം എന്ന പദത്തിന് നൽകുന്ന വിവർത്തനം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഹമാർട്ടി എന്ന പദമാണ്. ഈ പദത്തിന്റെ ബഹുലമായ അർത്ഥവ്യത്യാസങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കണം സാധിക്കും. ആ വിധത്തിൽ പാപം എന്നത് നിസ്സാരമെന്ന് കാണുന്ന ചില പ്രവർത്തികൾ അനുദിന ജീവിതത്തിൽ എന്ത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത് പറയുന്നത് സിൻ ഈസ് മിസ്സിംഗ് ദ മാർക്ക്. ലക്ഷ്യം തെറ്റുന്നത് പാപമാണ്. എന്താണ് ലക്ഷ്യം? എല്ലാ മനുഷ്യ ജീവിതത്തിലും ചില നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആ ഉത്തരവാദിത്വത്തെയും നിയോഗത്തെയും മറന്നു പോകുന്നത് പാപമാണ്. അമ്മ എന്ന നിലയിൽ അമ്മയുടെ ഉത്തരവാദിത്വം, ഒരു അപ്പൻ എന്ന നിലയിൽ അപ്പന്റെ ഉത്തരവാദിത്വം, സഹോദരൻ സഹോദരി എന്ന നിലയിൽ ആ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിച്ചു കളയുന്നത് പാപമാണ്. രണ്ടാമത് പറയുന്നു സിൻ ഈസ് ബീങ് ആബ്സെന്റ്. എന്റെ സാമീപ്യം വെടിയുന്നത് പാപമാണ്. ചിലയിടത്ത് എന്റെ സാമീപ്യം ആവശ്യമായിട്ടുള്ളതിടമുണ്ട്, അവിടെ എന്റെ സാമീപ്യം ഇല്ല എങ്കിൽ അത് പാപമാണ്. ചിലയിടത്ത് എന്റെ സാമീപ്യം വേണ്ട ഇടങ്ങളുണ്ട്, അവിടെ എന്റെ സാമീപ്യം ഞാൻ കാട്ടുന്നുവെങ്കിൽ അതും പാപമാണ്. അതുകൊണ്ട് എന്റെ സാമീപ്യം എവിടെയാണ് ആവശ്യമുള്ളതെന്ന് ഒന്നാമതായി നാം ചിന്തിക്കണം. എന്റെ കുടുംബത്തിൽ എന്റെ സാമീപ്യം ആവശ്യമാണ്, എന്റെ ആരാധനാലയത്തിൽ എന്റെ സാമീപ്യം ആവശ്യമാണ്, എന്റെ ഉദ്യോഗ മേഖലകളിൽ എന്റെ സാമീപ്യം ആവശ്യമാണ്. ആ ഇടങ്ങളിൽ എന്റെ സാമീപ്യത്തെ അറിയിക്കുവാൻ തക്കോണം ഇടയാകണം. മൂന്നാമതായിട്ട് പറയുന്നത് സിൻ ഈസ് ഗെറ്റിംഗ് സെപ്പറേറ്റ്. എന്റെ സാമീപ്യം ദൈവത്തിൽ നിന്ന് ഇല്ലാതായി പോകുമ്പോൾ, അത് കുറെ കാലം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞവനായി മാറ്റപ്പെടുന്നു. അത് പാപത്തിന്റെ മൂന്നാം തലമാണ്. നാലാമതായി പറയുന്നത് സിൻ ഈസ് ഗെറ്റിംഗ് ലോസിംഗ് സെൻസസ്. ബോധം നഷ്ടപ്പെടുന്നത് പാപമാണ്. എന്താണ് ബോധം? പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയുള്ള ചിന്തയാണ് ആ ബോധം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കുടിയനായ പുത്രന്റെ ഉപമ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അപ്പനെ പറ്റിയുള്ള സ്നേഹത്തെ പറ്റി അവൻ ഓർത്തു. അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, 20-ാം വാക്യത്തിൽ, അവൻ സുബോധം വന്നിട്ട് തന്റെ അപ്പന്റെ അടുക്കിലേക്ക് എഴുന്നേറ്റ് പോയി എന്ന്. ദൈവത്തെ പറ്റിയുള്ള ബോധം കടന്നു വരുന്നതാണ് സുബോധം എന്ന് പറയുന്നത്. ദൈവത്തെ പറ്റിയുള്ള ബോധം നഷ്ടപ്പെടുന്നത് പാപത്തിന്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അഞ്ചാമതും അവസാനമായിട്ടെന്ന് പറയുന്നത് സിൻ ഈസ് ഇൻഡിഫറൻസ്. നിസ്സംഗത പാപമാണ്. നയപരമായ ഒഴിഞ്ഞുമാറൽ, ഇതൊന്നും എന്റെ കാര്യമല്ല, എന്റെ ചിന്തയല്ല, എന്റെ പ്രവർത്തനമല്ല എന്നുള്ള ധാരണകൾ പലപ്പോഴും പല പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്റെ നിസ്സംഗത പാപത്തിന്റെ ഗണത്തിൽ പെടുകയാണ്. ഇങ്ങനെ പട്ടികപ്പെടുത്തുകയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ നിസ്സാരമെന്ന് കാണുന്നത് സകലവും പാപമായിട്ട് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും.
ഈ പാപത്തിൽ നിന്നുള്ള ഒരു വിമോചനം, സ്വയം പരിശോധന നടത്തി എന്നിലും നിങ്ങളിലും ഒരു അനുതാപത്തിന്റെ കണ്ണുനീർ തൂകിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കോണം സാധിക്കണം. പ്രിയമുള്ളവരെ, അനുതാപം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആരംഭിക്കുവാൻ തക്കോണം സാധിക്കും. നാളത്തേക്ക് വേണ്ടിയുള്ളതല്ല. ഇന്ന് ഞാൻ അനുദപിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്ന് മുതൽ വിശുദ്ധനായി തീരും. ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, എ സെയിന്റ് ഹാഡ് എ പാസ്റ്റ് ആൻഡ് എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് അവന്റെ വിശുദ്ധി അവന്റെ ഭൂതകാലത്താണ്. എന്നാൽ പാപികളാകുന്ന എന്റെ വിശുദ്ധി എന്ന് പറയുന്നത് എന്റെ ഭാവിയിലാണ്. ഇന്ന് ഞാൻ അനുദപിക്കുമ്പോൾ നാളെ ഞാൻ വിശുദ്ധനായി തീരും. സ്വയം വിമലീകരിക്കപ്പെട്ടവനായി അനുതാപത്തിന്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നോമ്പിൽ നാം പങ്കുചേർന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ഭാഗവാക്കാകുവാനും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ എന്നെ നിങ്ങൾ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.